Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Kyle's Herb, Kerala Herbal Cuisine. Co-powered by Global Laboratories and Testing LLC. This program is brought to you by നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര വലുതായിരിക്കണമെന്നില്ല, എന്നാൽ ഇഷ്ടത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ചെയ്താൽ മതി. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഗുഡ് ഈവനിങ്, ഞാൻ അജീഷ്. നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് നോൺ വെജിറ്റേറിയൻ പോലെ തന്നെ വെജിറ്റേറിയൻ ഭക്ഷണത്തിനോടും ആളുകൾക്ക് വല്ലാത്തൊരു കമ്പം ഏറി വരുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ കായൽ വിശേഷങ്ങളിൽ ഇന്ന് നമ്മൾ തുടരുമ്പോൾ കായലിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഹെർബ് എന്ന് പറയുന്ന കായൽ ഹെർബിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വെജിറ്റേറിയൻ വിശേഷമായ കായൽ ഹെർബ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, നമുക്ക് അതൊന്ന് പോയി കാണാൻ പറ്റുമോ? നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ പ്രിയ, ഇതാണ് നമ്മുടെ കായൽസ് ഹെർബ് എന്ന് പറഞ്ഞ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അതെ, ഇവിടുത്തെ ഒരു ആംബിയൻസ് അത് ഒട്ടും പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു 3ഓളം സ്ഥാപനങ്ങൾ വന്നു. അവിടെ ഒക്കെ ഞാനൊരു പ്രത്യേകതയോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡും അതുപോലെ തന്നെ അംബാസഡർ കാറും അതൊക്കെ കണ്ടായിരുന്നു. എന്താണ് ഈ വണ്ടികളും ഈ കായൽ റെസ്റ്റോറൻറ്റും തമ്മിൽ എന്താ ബന്ധം? ഈ റോയൽ എൻഫീൽഡ് ഞങ്ങളുടെ ജീവനാണ്. ഇതിൻ്റെ ഒരു സംഭവം പറഞ്ഞാൽ നമ്മൾ UK-യിലാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ തുടങ്ങിയിട്ട് 20-ൽ കൂടുതൽ വർഷങ്ങളായി. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു കേരള ക്വീസീൻ എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെതായി അഭിമാനിക്കാൻ പറ്റുന്ന ചില സംഭവങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നമ്മുടെ പാരമ്പര്യം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്നതിൽ ഒരു കാര്യമാണ് നമ്മുടെ ഒരു എനർജിയാണ് റോയൽ എൻഫീൽഡ്. അപ്പോൾ പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, അതിലുപരി നമുക്ക് എല്ലാ മലയാളികൾക്കും ഉള്ള ഒരു അഭിമാനമാണ് റോയൽ എൻഫീൽഡ്. അതൊരു ഫീലാണ്. അതെ, എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹിന്ദുസ്ഥാൻ അംബാസിഡർ തീർച്ചയായിട്ടും ഇവിടുത്തെ മോറിസ് ഓക്സ്ഫോർഡ് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിരുന്നു. അങ്ങനെ ഒരു റിലേഷനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ഹിന്ദുസ്ഥാൻ അംബാസിഡർ കൊണ്ടുവന്നിട്ടുണ്ട്, മഹീന്ദ്രയുണ്ട്, ടാറ്റയുണ്ട്. നമ്മുടെ എല്ലാ ട്രഡീഷണൽ വാഹനങ്ങളും ഇവിടെയുണ്ട്. അത് ഞങ്ങൾ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഇംഗ്ലീഷുകാർക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള യൂറോപ്യൻസിന് നമ്മളെ മനസ്സിലാക്കുവാനും നമ്മളുടെ ക്വാളിറ്റീസ് മനസ്സിലാക്കുവാനും ഉള്ളൊരു അവസരമായിട്ട് ഞങ്ങളതിനെ കാണുന്നു. അതൊരു അഭിമാന മുഹൂർത്തമായിട്ട് ഞങ്ങൾ ആഘോഷിക്കുന്നു. പ്രിയ, നമ്മളുടെ ഒരു ട്രഡീഷണൽ ഫീൽ വരാൻ ആ ഒരു ട്രഡീഷണൽ ഇൻറ്റീരിയർ ചെയ്ത് ഒരു കസ്റ്റം ബിൽറ്റ് ആക്കിയ ഒരു റെസ്റ്റോറൻ്റാണ്. വളരെ സ്പേഷ്യസ് ആയിട്ട് പ്യൂർ വെജിറ്റേറിയൻ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു പാർട്ടി ഹാളുണ്ട്. വളരെ ട്രഡീഷണൽ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ഹാൾ. ഇവിടെ മീറ്റിംഗ്സ്, വെഡ്ഡിങ്സ്, പാർട്ടീസ് ഒക്കെ ചെയ്യാറുണ്ട്. ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിപ്പം ലൈവായിട്ട് ഒരു അപ്പം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് എല്ലാവർക്കും കാണുവാനും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മനസ്സിലാക്കാനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. അതെ 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 അതെങ്ങനെയാണെന്നുള്ളത് കാണുന്നതിനകത്തൊരു ത്രില്ലുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര യൂണീക്കാണ് എന്നുള്ളത് മനസ്സിലായി എനിക്ക്. താങ്ക് യു. ഓക്കെ, എന്താ നമ്മുടെ മലയാളികളോട് പറയാനുള്ളത്? അങ്ങനെ റെസ്റ്റോറൻറ്റും എല്ലാ തരത്തിലും വ്യത്യസ്തമാണത്. തീർച്ചയായിട്ടും UK-ൽ അല്ലെങ്കിൽ യൂറോപ്പിലുള്ള മലയാളികൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാവുന്ന, ഞങ്ങൾ 7 days ഓപ്പണാണ്. വളരെ ട്രഡീഷണലായിട്ടും ഒഥൻറ്റിക്കായിട്ടും ഉള്ള മെനുവും ബാക്കി എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, കേരള ഫുഡ് ഒരു ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിൽ ഞങ്ങളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ലഭ്യമാണ്. നിങ്ങളെല്ലാവരും വരണം. നിങ്ങൾ നാട്ടിൽ മിസ് ചെയ്യുന്ന റോയൽ എൻഫീൽഡ് മുതൽ അംബാസഡർ കാർ മുതൽ ഞങ്ങൾ ഓരോരുത്തരും നാട്ടിലെ വിലമതിക്കാനാവാത്ത ട്രഡീഷണൽ ആൾക്കാരാണ്, അല്ലേ? ശരിയല്ലേ? നമ്മുടെ പാരമ്പര്യം, നമ്മളുടെ എല്ലാ ഹിസ്റ്ററിയും, നമ്മുടെ അതൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വരണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോട് വിശേഷങ്ങൾ പങ്കുവച്ച ജയമോൻ ചേട്ടന് ഒരുപാട് നന്ദി. അങ്ങോട്ട് നമസ്കാരം പ്രിയ. താങ്ക് യു ഫോർ കമ്മിങ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് കായൽ റെസ്റ്റോറൻറ്റ് വൈവിധ്യമായ കാഴ്ചകളാണ്. വിവിധ ഭക്ഷണങ്ങൾ കൊണ്ടും ഇൻറ്റീരിയൽ കൊണ്ടും നമ്മളെല്ലാം വിസ്മയിപ്പിച്ച കായലിൻ്റെ ഈ ആഴ്ചയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ബിസിനസ് വിശേഷവുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ ഫ്രം. നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.
ഞാനുള്ളത് പറക്കാട് ജുവൽസിൻ്റെ എറണാകുളം MG റോഡിലെ വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഷോറൂം അറിയപ്പെടുന്നത് തന്നെ വെഡ്ഡിങ് കമ്പനി എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വെഡ്ഡിങ് കമ്പനി എന്ന് അറിയപ്പെടുന്നതെന്നൊന്ന് അറിയണല്ലോ. ഈ ഫ്ലോർ എന്ന് പറയുന്നത് നമ്മളുടെ പറക്കാട്ടിൻ്റെ ജുവലറി സെയിലിനുള്ള ബ്രൈഡൽ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ ഒരു ഷോറൂമാണ്. ഇവിടെ കൂടുതലായിട്ട് ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഡെയിലി വെയർ കളക്ഷൻസും അവൈലബിൾ ആണ്, ജെൻസിനും ഒക്കെ ഉള്ളത് അവൈലബിൾ ആണ്. എങ്കിൽ പോലും നമ്മളുടെ കസ്റ്റമൈസേഷൻ, അതായത് ബ്രൈഡ്സിനൊക്കെ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച രീതിയിൽ സ്വർണ്ണത്തിന് ഇത്രയും തീ പിടിച്ച വില നിൽക്കുമ്പോൾ അവർക്ക് സങ്കല്പത്തിലുള്ള ഓർണമെൻറ്റ്സ് നമ്മുടെ പറക്കാട്ടിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇവിടെ പറക്കാട്ടിൻ്റെ ഈ വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലെ ഷോറൂം. ഇനി ഇവിടെ നമ്മൾക്ക് കസ്റ്റമൈസേഷനും സെയിലും മാത്രമല്ല ഒരു അടുത്ത ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ അത് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് കേട്ടോ പറക്കാട് ജുവൽസിൻ്റെ വുഡ്ലാൻഡ്സ് ഷോറൂമിലെ റെൻ്റൽ ഫ്ലോർ. അപ്പോൾ ഇതും പരിചയപ്പെട്ടല്ലോ. അപ്പോൾ പറക്കാട് ജുവൽസിൻ്റെ വെഡ്ഡിങ് കമ്പനി എന്താണെന്നുള്ളത് അറിയണ്ടേ? ഇത് പറക്കാട്ടിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. നമ്മളുടെ ഈ ഒരു ബ്രൈഡ്സിന് നമ്മളുടെ ഒരു ഷോറൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്ന് ഇനി അവർ ജീൻസോ മറ്റോ ഒരു കോസ്റ്റ്യൂമിലൊക്കെയാണ് വരുന്നതെങ്കിലും അവർക്ക് ഡ്രസ്സ് മാറി അവർക്ക് എല്ലാ രീതിയിലും അവർക്ക് വേണമെങ്കിൽ നമ്മൾ സാരീസ് അല്ലെ ലെഹങ്കാസോ ഇതെല്ലാം നമ്മളുടെ കയ്യിൽ അത്യാവശ്യം കളക്ഷൻസും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അതെല്ലാം ഇട്ട് അവരുപയോഗിക്കാൻ പോകുന്ന ആ ഒരു ബ്രൈഡൽ വേദിയിൽ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓർണമെൻറ്റ്സ് എല്ലാം വെയർ ചെയ്ത് നോക്കാനുള്ള ഒരു സൗകര്യവും. പിന്നെ നമ്മളുടെ ഇവിടെയാണ് പറക്കാട്ടിൻ്റെ എല്ലാ ഷൂട്ടുകളും നടക്കുന്നത്. പറക്കാട്ടിൻ്റെ നമ്മളുടെ സോഷ്യൽ മീഡിയ പേജസിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടുകൾ, അതുപോലെ തന്നെ നമ്മളുടെ മാത്രമല്ല കേട്ടോ, ഒരുപാട് സെലിബ്രിറ്റി ഷൂട്ടുകൾ, അതുപോലെ ഗോൾഡ് ജുവലറികളുടെ ഷൂട്ടുകൾ, അങ്ങനെയുള്ള ഒരുപാട് ഷൂട്ടുകൾ നമ്മളുടെ ഈ ഫ്ലോറിൽ നടക്കുന്നതാണ്. അപ്പം നമ്മളുടേതായ പേഴ്സണൽ യൂസിനും മറ്റ് ഔട്ട്സൈഡിൽ നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കൊച്ചി നഗരത്തിൻ്റെ ഒരു തിരക്കും ശ്വാസം മുട്ടും പൊല്യൂഷനും ഒന്നും ഇല്ലാതെ ഒരല്പം സ്വസ്ഥമായിട്ട് വന്ന്, ഇനി പേരൻസൊക്കെ വന്ന് അവർക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ ജെൻസിനൊക്കെ ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ഉണ്ട്. അത്യാവശ്യം ഒരു ടീ കോഫി ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ടാണെങ്കിലും ഇവിടെ ഇരിക്കാനായിട്ട് സാധിക്കും. പുറം കാഴ്ചകളൊക്കെ കണ്ട് കാറ്റും ഒക്കെ കൊണ്ടിരിക്കാനുള്ള ഒരു സൗകര്യം വരെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബോറടിക്കാതെ. ഫ്ലോറിൽ അത് കൂടാതെ ഇങ്ങനെ ബ്രൈഡൽ ഷൂട്ടുകൾ, ഒരുപാട് ഷൂട്ടുകൾ, മോഡലിംഗ് ഷൂട്ടുകൾ എല്ലാം വരുന്നുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് ഒരു 2 ടേബിൾസ് ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഒരു ഒന്നുകൂടി അവിടെ ഒരു പോർഷനും കൂടെ ഉണ്ട്. അങ്ങനെ 3 ബ്രൈഡ്സിന് അറ്റ് എ ടൈമിൽ റെഡി ആവാനുള്ളൊരു സംവിധാനമുണ്ട്. ബ്രൈഡ്സിന് 100% സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഈ ഒരു പറക്കാട്ടിൻ്റെ വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഈ ഒരു വെഡ്ഡിങ് കമ്പനി ജ്വല്ലറി സെക്ഷൻ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. പറക്കാട് ജുവൽസിൻ്റെ എറണാകുളം വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഈ ഷോറൂമിൽ നമ്മൾക്ക് 4 ഫ്ലോറാണ് ശരിക്കുള്ളത്. 4 ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മളുടെ ഓർണമെൻറ്റ്സ്, ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഓർണമെൻറ്റ്സും ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ നമ്മളുടെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുമ്പോൾ അവിടെ റെൻ്റൽ ഫ്ലോറാണ്. റെൻ്റൽ ജുവലറി, എല്ലാവിധ റെൻ്റൽ ജുവലറികളും അരപ്പട്ട, ചുട്ടി, മാട്ടി, വങ്കി അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസും അവിടെ ലഭ്യമാണ്. ഇനി അത് കൂടാതെ തന്നെ നമ്മൾക്ക് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നല്ലൊരു ആംബിയൻസിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന സീരിയൽസിൻ്റെ ഷൂട്ട് നടക്കാറുണ്ട്. ഒരുപാട് ഓൺലൈൻ ചാനൽസിൻ്റെയും ഗോൾഡ് ജുവലറികളുടെയും പിന്നെ നമ്മളുടെ മൾട്ടി പർപ്പസായിട്ട് ഒരുപാട് ആഡ് ഷൂട്ടുകൾ നടക്കാറുണ്ട്. അതേപോലെ തന്നെ പറക്കാട്ടിൻ്റെ എല്ലാ ഷൂട്ടുകളും തന്നെ നടക്കുന്നത് ഇവിടെയാണ് നടക്കുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയാസിൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും നമ്മളുടെ സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ നമ്മൾക്ക് പക്ക ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ഫ്ലോറും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ബ്രൈഡ്സിന് റെഡി ആവാനും വാഷ്റൂം ഫെസിലിറ്റീസ്, മറ്റ് എല്ലാ ഫെസിലിറ്റീസും, അത്യാവശ്യം കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാനും എന്താ പറയുക അല്പം ഫുഡ് കഴിക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലം, മീറ്റിംഗ് ഹാള്, മീറ്റിംഗ് സ്പേസ്, ശാന്തമായിട്ട് അല്പം ക്വയറ്റാണ്, തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞിട്ട് പൊല്യൂഷൻ്റെ എല്ലാം ഒരല്പം കുറവിൽ ഇവിടെ ലയം റോട്ടിൽ പറക്കാട് ജുവൽസിൻ്റെ ഒരു സ്വപ്ന സങ്കല്പമായിട്ടുള്ള
ഷോറൂം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡ്. From the misty hills of Munnar to the backwaters of Kumarakom, Kerala's flavors are a celebration of tradition. Welcome to Kayal, where tradition meets quality. For 20 years, we've brought the authentic taste of Kerala to the UK. Delicious, immersive, unforgettable. When Kayal first opened, Kerala cuisine was unheard of. It was unusual. In 20 years of our operation, Kayal has made Kerala cuisine a renowned experience, celebrated across the UK. Recognized by The Times, The Guardian, BBC, and more, Kayal is known for its authenticity and warm hospitality. One of Kayal's unique brands, Kayal's Herb, our authentic vegetarian brand. Join us in celebrating 20 years of Kerala's finest. Kayal Restaurants, where tradition meets quality. Founded and curated by Jaimon Thomas. Global Laboratory is GCC's largest laboratory for testing of food, water, and cosmetics. At Global Lab, we have been serving the most prestigious companies in UAE, Saudi, and Oman for more than 12 years. We are proud to deliver fast and accurate results and offer competitive pricing. From doorstep sample collection to technical consultations, Global Lab is always happy to go the extra mile for our clients. Contact Global Lab today for your company's testing requirements. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ ഹാപ്പി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഹാപ്പി ആയിട്ടിരിക്കാൻ ആർക്കും ഇഷ്ടമല്ലാത്തതല്ലേ? സന്തോഷമായിട്ടിരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികളും ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് തിരുവനന്തപുരത്തെ വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്ക്. നമുക്കിവിടെ ഒരുപാട് റൈഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ വാട്ടർ ഗെയിംസും വേവ് പൂളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഫുഡും നമുക്ക് കഴിക്കാം. നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങി പോരെ. എവിടെന്നാ വരുന്നേ? കൊല്ലം, ആലപ്പുഴ. കൊല്ലം, കരുനാഗപ്പള്ളി, ആലപ്പുഴയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഫാമിലിയാണ്. ഒരു ഫാമിലി അല്ല, 1, 2, 3 ഫാമിലി അല്ലേ? ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അല്ല, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. ഓക്കെ. പേരെന്താ? ഷഫീർ. ഷഫീർ എവിടെയാ? നാട്ടിൽ തന്നെയാണോ? മനസ്സിലായില്ല, ക്ലിയർ ആയില്ല. വർക്ക് ചെയ്യുന്നത്? ഞാൻ ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇവിടെ ലീവിന് വന്നിരിക്കുകയാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ സേഫ്റ്റി ഓഫീസർ. ഓക്കെ ഓക്കെ. മോൻ്റെ പേരെന്താ? ഓക്കെ. ആലിയ. ആന്ധ്രാപ്രദേശിലാണോ? അല്ലല്ല, നാട്ടിലാണ്. അദ്ദേഹം മാത്രമാണ് അവിടെ അല്ലേ? ശരി ശരി. ജസീം. എന്ത് ചെയ്യുന്നു? ഞാൻ പുറത്താ, ദുബായ്. ഓക്കെ. ഇപ്പൊ ലീവിന് വന്നിരിക്കുകയാണോ? എന്ത് ചെയ്യാം അവിടെയൊക്കെ? ഡ്രൈവറാ. സൂപ്പർ. ആമിന. ഫാമിലി ആയിട്ട് അവിടെ? അല്ല, ഇവിടെ ഉണ്ടല്ലേ? ശരി. പേര്? ഏത് ക്ലാസ്സിലാ? LKG. അൽഫിയ. ഓക്കെ. എവിടെ? സൗദിയിലാണ്. ലീവിന് വന്നിരിക്കുകയാണ്. എന്ത് ചെയ്യുന്നു? ഡ്രൈവർ. ഓക്കെ. അപ്പോൾ എല്ലാവരും ആ ഹാപ്പി ലാൻഡിൽ ഫസ്റ്റ് ടൈം ആണോ? നേരത്തെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണ് അല്ലേ? ഹാപ്പി ലാൻഡിൽ ഫസ്റ്റ് ടൈം. അപ്പോൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? റൈഡ് ആയതേ ഉള്ളൂ, ഇനി കിടക്കുകയാണ്. ഏതിലൊക്കെ പോയി? നമ്മൾ 3Dയിൽ കയറി. പേടിച്ചോ? പിള്ളേര് പേടിച്ചെന്ന് പറഞ്ഞ് വലിയവർ പേടിച്ചില്ല. ചുമ്മാ പേടിച്ചോ? ഗോസ്റ്റ് പോയോ? ആരാ പേടിച്ചേ? അയാളെ പേടിച്ചേ? ഇയാള് പേടിച്ചില്ല? നീ കരഞ്ഞല്ലേ? പേടിച്ച്. ഇഷ്ടപ്പെട്ടോ ഇവിടെ? ഇനി വേറെ ഏതിലേക്കാ പോണ്ടേ നമുക്ക്? കാർ ഇങ്ങനെ ഇടിച്ചിടിച്ച് കളിക്കണ്ടേ? ഡാഷിങ് കാർ അല്ലേ? നേരത്തെ വന്നിട്ടുണ്ടോ ഹാപ്പി ലാൻഡില്? ഉണ്ട്. ഇഷ്ടമാണ്? വെള്ളത്തിൽ കളിക്കണ്ടേ? ഏതാ ഇഷ്ടം? കാറാണ് ഇഷ്ടം. കാറാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇവിടെ? ഇഷ്ടമായി അല്ലേ? ലാൻഡ് റൈഡ്സും വാട്ടർ റൈഡ്സും എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ?
എല്ലാം ഈക്വലി എൻജോയ് ചെയ്യുന്നവരാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയൊരു ചോദ്യം ചോദിച്ചാലോ? ഓക്കെ. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന 3 അക്ഷരമുള്ള ഒരു വാക്ക്. അങ്ങനെയുമാണ്. എത്ര വാക്കുണ്ട് ഇപ്പൊ ചോദിച്ചിട്ടുള്ളൂ? ബാക്കി കാര്യം. രാരീരം. രായിലാണോ? 3 അക്ഷരം. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കണം. രമ്മിലല്ല, രമ്മല്ല. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന 3 അക്ഷരമുള്ള ഒരു വാക്ക്. നിനക്ക് എത്ര വയസ്സായി? 5. നിനക്ക് എത്ര വയസ്സായി? 2. 2. 2. 2.5. ഉത്തരം 2.5. അതൊരു ക്ലൂ ആയിരുന്നു. ഞാൻ അയാളുടെ വയസ്സ് ചോദിച്ചത്. അപ്പൊ 2.5. 2.5 ഉത്തരം. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ഗിഫ്റ്റ് തരട്ടെ. ഗിഫ്റ്റ് പക്ഷെ അച്ഛനല്ല, ഇയാൾക്കാണ് കേട്ടോ. അപ്പൊ ഒരു ഗിഫ്റ്റ് തരട്ടെ. അച്ഛന് 2.5 ക്ലൂ കൊടുത്തതിന്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ ടോക്കിംഗ്. ഓക്കെ, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. നമുക്ക് എല്ലാവരും കൂടെ ഒരു ഏയ് പറഞ്ഞാലോ? റെഡി? 1 2 3. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ ഹാപ്പി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തിരുവനന്തപുരത്തെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലെ വിശേഷങ്ങളും തമാശകളും പൊട്ടിച്ചിരികളും എല്ലാമാണ് നമ്മളിന്ന് കണ്ടത്. ഇനിയും കുറേ വിശേഷങ്ങളുണ്ട്. ഒരുപാട് ഫാമിലീസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കുറേ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ സുകന്യ ജയറാം വിൽ ബി ജോയിനിങ് യു. ബൈ. നമസ്കാരം, ഞാൻ ഡെന്നി പോൾ ചാലിശ്ശേരി, DC ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്. DC ജ്വല്ലേഴ്സ് എന്ന സ്ഥാപനം 25 വർഷമായി പ്രവർത്തിച്ചു വരുന്ന തൃശ്ശൂരിലെ ഹോൾസെയിൽ ജ്വല്ലറിയാണ്. DC ജ്വല്ലേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ നിർമ്മാണ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. ഓൾ കേരള ലെവലിലും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റ്, ദുബായ് പോലുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും എക്സ്പോർട്ട് ചെയ്യുന്നതടക്കം ഞങ്ങൾ ഹോൾസെയിൽ രംഗത്ത് അധികായരായ ഒരു ജ്വല്ലറി സംരംഭമാണ്. DC ജ്വല്ലേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് തൃശ്ശൂരിലെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിനടുത്ത് മിഷൻ ക്വാർട്ടേഴ്സ് റോഡിലാണ്. DC ജ്വല്ലേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് കൂടുതലും ഡിസൈനർ ജ്വല്ലറി ആഭരണങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. കൂടുതലും ഡിസൈനർ ആഭരണങ്ങളാണ് നിർമ്മിച്ച് നൽകുന്നത്. ഏകദേശം ഞങ്ങളുടെ സ്ഥാപനത്തിൽ 300ഓളം ജീവനക്കാർ പുറത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ മറ്റുള്ള തസ്തികകളിലുമായി 300-350 തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ആഭരണങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈനർ ആഭരണങ്ങൾ തന്നെ 5ആയി തരംതിരിച്ചാൽ പോൾക്കി ഡയമണ്ട്സ്, ഡയമണ്ട് കാറ്റഗറിയിൽ ഏറ്റവും ES/VVS ക്വാളിറ്റി ഡയമണ്ടാണ് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പോൾക്കി ജ്വല്ലറി, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡായ ഡിസൈനർ കളക്ഷനിൽ വരുന്ന സിന്തറ്റിക് സ്റ്റോൺസിൻ്റെ എല്ലാ രീതിയിലുള്ള ഡിസൈനർ കളക്ഷൻസും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കേരള തനിമയാർന്ന ട്രഡീഷണൽ ആഭരണങ്ങൾ, പാലക്ക, നാഗപടം, എല്ലാവിധ കേരള ജ്വല്ലറികൾ A to Z, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ചെറിയ മുട്ടുതാലി മുതൽ താലി മുതൽ എല്ലാവിധ ആഭരണങ്ങളും DC ജ്വല്ലേഴ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഒരുപാട് ജ്വല്ലറികളുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിർമ്മാണ വിലയ്ക്കാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിനും ഈ ജ്വല്ലറി നൽകിക്കൊണ്ടിരിക്കുന്നത്. ജ്വല്ലറിയിലെ പണിക്കൂലി വിലയാണ് ഇവിടുത്തെ പ്രത്യേകത. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും ഏറ്റവും നല്ല മൂല്യം കൂടിയ സ്വർണവും, മീൻസ് 916 HUD ആഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എന്നാണ് DC ജ്വല്ലേഴ്സിൻ്റെ പ്രത്യേകത. DC ജ്വല്ലേഴ്സിൻ്റെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഓൺലൈൻ ഇൻസ്റ്റാ പേജ് എല്ലാം ഫോളോ ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ അതിൽ നിന്ന് തന്നെ ആഭരണങ്ങൾ കണ്ട് അതിൽ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾക്ക് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓൺലൈനിൽ ഓൾ ഇന്ത്യ ഞങ്ങൾക്ക് ഡെലിവറി സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്താം.
കൂടാതെ നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർണമെൻറ്റ്സ് കാണാനും അതിനനുസരിച്ച് വീഡിയോ കോൾ സൗകര്യങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതെല്ലാവർക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം വരുന്ന എല്ലാ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത എപ്പിസോഡുകൾ നിങ്ങൾ കാണുക. സന്തോഷം. താങ്ക് യു. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. UK അടുത്തറിയാം എന്ന പ്രോഗ്രാമിലോട്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ബ്രിസ്റ്റോളിലാണ്. ബ്രിസ്റ്റോളിൽ മലയാളികളുടെ ഇടയിൽ നല്ല രീതിയിൽ മോർഗേജിലും ഇൻഷുറൻസിലും നല്ല സേവനങ്ങൾ അനുഷ്ഠിച്ചു വന്ന വൈസ് ഫിനാൻസ് സർവീസ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ നോയിച്ചൻ അഗസ്റ്റിൻ്റെ ഒപ്പമാണ് ഇന്ന് നമ്മളുള്ളത്. നമസ്കാരം. നമസ്കാരം. നാട്ടിലെവിടെയാണ് അപ്പോൾ? നാട്ടിൽ തൊടുപുഴ. UK വന്നിട്ട് എത്ര വർഷമായി? അപ്പോൾ UK വന്നിട്ട് ഏകദേശം 18 വർഷമായി. വൈസ് ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം എത്ര വർഷമായി? 2019 വൈസ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് എന്നൊരു കമ്പനി UK രജിസ്റ്റർ ചെയ്യുകയും കമ്പനിയുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ആ ഒരു കോൺസെപ്റ്റ്? ഞാൻ UK വരുന്നതിന് മുൻപ് തന്നെ കേരളത്തിലായിരിക്കും തന്നെ ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളായിരുന്നു. UK വന്ന ആ കാലഘട്ടങ്ങളിൽ ചില സാങ്കേതികതകളാൽ എനിക്ക് ബിസിനസ് ചെയ്യുവാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഏകദേശം 5ഓളം വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ചെറിയ ചെറിയ ബിസിനസ്സുകളുമായിട്ട് UK ബിസിനസ് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു 2017 കാലയളവിൽ പ്രൊട്ടക്ഷൻ അഡ്വൈസറായിട്ട് പ്രവർത്തനം ആരംഭിക്കുകയും 2018 സർട്ടിഫൈഡ് മോർഗേജ് അഡ്വൈസറായി 2018 തന്നെ വൈസ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് എന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും UK മലയാളികൾക്ക് വേണ്ടി മോർഗേജ് ഇൻഷുറൻസ് അഡ്വൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും മോർഗേജ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും നമ്മുടെ ആളുകൾക്ക് എന്ത് സർവീസാണ് അതിൽ നമ്മൾ കൊടുക്കുന്നത്? മോർഗേജ് എന്ന് പറയുമ്പോൾ UK വരുന്ന ഓരോ മലയാളികളുടെ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ മോർഗേജ് എടുക്കുവാൻ വേണ്ടി അല്ല UK എത്തിക്കഴിയുമ്പോൾ ജോലിയിലൊക്കെ കയറി കഴിയുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സർവീസും നമ്മൾ ഈ വൈസ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോർഗേജ് എടുക്കുവാൻ വേണ്ടിയുള്ള പ്രധാന കടമ്പ എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോലി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇനഫായിട്ടുള്ള ഡിപ്പോസിറ്റ് തുകയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന മലയാളികൾക്ക് ആർക്കും വേണമെങ്കിലും മോർഗേജ് എടുക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഏകദേശം 50ഓളം പേര് അടങ്ങുന്ന വലിയൊരു ക്രൂ തന്നെയാണ് ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അഡ്വൈസേഴ്സായിട്ടും ഇൻട്രൊഡ്യൂസേഴ്സായിട്ടും ഞങ്ങളുടെ കമ്പനിയിൽ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും UK എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നമ്മളൊരു മലയാളി ഇവിടെ വന്ന് നമ്മുടെ ബിസിനസ് കെട്ടിപ്പൊക്കാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ? നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഹാർഡ് വർക്ക് ഇല്ലാതെ നമ്മൾ ഒരിടത്തും നമ്മൾ എത്തിപ്പെടില്ല. ഇപ്പം UK കേരളത്തിലാണേലും രാജ്യത്തിൻ്റെ ഏത് മേഖലകളിലും നമ്മൾ എക്സ്ട്രാ കോൺട്രിബ്യൂഷൻ കൊടുത്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ബിസിനസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ കൊളീഗ്സ് അതൊരു ഗ്രൂപ്പ് വെഞ്ചറാണ്. ഇവരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട്, അതുപോലെ എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, ഇതെല്ലാമാണ് എന്നെ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സഹായിച്ചത്. പിന്നെ നമ്മൾ എന്ത് മേഖലകളിലേക്ക് ഇറങ്ങിയാലും ഏത് മേഖലകളിലേക്ക് ഇറങ്ങിയാലും UK പോലുള്ള ഒരു രാജ്യത്ത് അതിൻ്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കാൻ ഒരുപാട് സോഴ്സസ് ഉണ്ട്.
ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കമ്പനി ഹൗസിൽ കയറിയാൽ ഞങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ AFCയുടെ രജിസ്റ്ററിൽ കയറിയപ്പോൾ ഞങ്ങൾ ക്വാളിഫൈഡ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ നാളെ നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു മോർഗേജ് എടുക്കാനോ നിങ്ങൾ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആരാണ്, ജെന്യുവൻ ആണോ എന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അതിലുപരി എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ, എനിക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിളുണ്ട്. അത് നാട്ടിൽ ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അതുപോലെ തന്നെ UK വന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിശ്വസിക്കാവുന്ന ഏത് പാതിരാത്രിയിലും വിളിച്ച് സംശയം ചോദിക്കുന്ന സപ്പോർട്ട് തരുന്ന ഒരുപാട് ഫ്രണ്ട്സുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇവരൊക്കെയാണ് എൻ്റെ ഈ ബിസിനസ്സിലും എൻ്റെ ജീവിതത്തിലും വിജയത്തിനൊക്കെ കാരണമായിട്ടുള്ളത്. നോയിച്ചൻ സാറിൻ്റെ ഫാമിലിനെ പറ്റി 2 വാക്കൊന്ന് പറയാമോ? ഭാര്യ സൗത്ത് മെൻ്റൽ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എനിക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്ത മോൻ വെയിൽസ് യൂണിവേഴ്സിറ്റിയിൽ അക്കൗണ്ടിങ്ങിന് പഠിക്കണം. രണ്ടാമത്തെ മോള് 9th സ്റ്റാൻഡേർഡിൽ. ഇപ്പം UK വന്നിട്ട് 18 വർഷമായെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ഈ ബന്ധങ്ങൾ നിലനിന്ന് പോകുന്നത്? എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിജയങ്ങൾക്ക് എന്നും എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ബ്രദേഴ്സും എൻ്റെ സിസ്റ്റേഴ്സുമാണ്. എൻ്റെ കുടുംബമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിരുന്നത്. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ദിനചര്യ ആരംഭിക്കുന്നത് പോലും രാവിലെ ഏറ്റിട്ട് എൻ്റെ അമ്മേനെ വിളിച്ചിട്ടോ അല്ലെ എൻ്റെ ചേട്ടന്മാരെ വിളിച്ചിട്ടോ അല്ലെ എൻ്റെ സിസ്റ്റേഴ്സിനെ വിളിച്ചിട്ടോ ആണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. UK അടുത്തറിയാം എന്ന പ്രോഗ്രാമിൽ നമ്മുടെ ഒപ്പം ഇത്രയും നേരം ടൈം പങ്കുവെച്ച നോയിച്ചൻ സാറിന് ഒരു ബിഗ് താങ്ക്സ്. ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും focus123@gmail.com എന്നതിലേക്ക് എഴുതി അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. സുകന്യ ജയറാം ടോക്കിംഗ് ടു യു. ബൈ. ഫോക്കസ് പ്രസന്റഡ് ബൈ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Powered by Kyle's Herb, Kerala Herbal Cuisine. Co-powered by Global Laboratories and Testing LLC. This program is brought to you by